രണ്ട് വൈറൽ കപ്പിൾസ് ഒരുപക്ഷെ യൂട്യൂബിലൂടെയൊക്കെ എല്ലാവരും ഇൻസ്റ്റഗ്രാമിലൂടെ ഒക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാവും, കണ്ടു കാണും. 1,13,000-ലധികം ഫോളോവേഴ്സുള്ള വൈറൽ കപ്പിൾസാണ്. അവരുടെ പേര് നിങ്ങളിൽ മിക്കവർക്കും ഞാൻ പറയാതെ തന്നെ മനസ്സിലായി കാണും. എന്നാലും ഞാനൊന്നുകൂടെ പറയാം. അമൽ, സിത്താര. അവർ ബാഡ്മിൻ്റൺ പ്ലെയേഴ്സാണ്. അവരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അവരുടെ വിശേഷങ്ങളിലേക്ക് കിടക്കുക. അവർ ഈ മത്സരത്തിൽ നല്ല ജില്ലെന്ന് നല്ല കളിച്ച രണ്ട് ബാഡ്മിൻ്റൺ പ്ലെയേഴ്സും കൂടെയാണ്. അവരുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമസ്കാരം. വിശേഷം എന്ന് പറയുന്നത് സുഖമായിട്ട് പോണു. പിന്നെ ഈ ബാഡ്മിൻ്റണിൽ ഞാൻ കഴിഞ്ഞ വർഷം പാർട്ടിസിപ്പേറ്റ് ചെയ്തതാണ്. പക്ഷേ കഴിഞ്ഞ വർഷം ഇവിടെ പോയതാണ്, ജാർഖണ്ഡിൽ നാഷണൽ മത്സരത്തിന് പങ്കെടുക്കാൻ പോയതാണ്. പക്ഷേ മെഡലും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ അന്ന് പ്രാക്ടീസും കാര്യങ്ങളില്ലായിരുന്നു. ഇവിടുന്ന് മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ പ്രാക്ടീസാണ്. നമ്മളെക്കാട്ടും ഏറ്റവും കൂടുതൽ പ്രാക്ടീസുള്ള ടീമാണ് അവിടെ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ആളും ഞാനേറ്റ് പ്രണയത്തിലായ സമയത്താണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇവന്റിന് വന്നത്. ഞങ്ങളെ പ്രണയം എന്ന് പറയുന്നത് വെച്ചാൽ ഒരു വാട്സപ്പ് കൂട്ടായ്മ കൂടിയാണ്. ഞങ്ങളെ പോലെയുള്ള IT കുറവുള്ള ആൾക്കാർക്ക്, അതെ സിത്താര, ഞങ്ങളെ പോലെയുള്ള IT കുറവുള്ള ആൾക്കാർക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് കേരളത്തിലുള്ള. അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ജില്ല വരെയുണ്ട്. നമ്മുടെ ജോബി ചേട്ടനാണ് അതിന്റെ പ്രസിഡന്റ്. സെക്രട്ടറി നീലിമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിക്കാരത്തിയാണ്. അങ്ങനെ ഞങ്ങൾ ട്രസ്റ്റിലൊരു പരിപാടി വെച്ചു. ലിറ്റിൽ പീപ്പിൾ എന്നാണ് ട്രസ്റ്റിന്റെ പേര്. ട്രസ്റ്റിൽ ഓണപരിപാടി വെച്ചു. ആ ഓണപരിപാടി കൂടിയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അതായത് ഗ്രൂപ്പിലൊരു ഓണപരിപാടി വെച്ചത് വാട്സപ്പ് വഴിയാ. എല്ലാവരും എനിക്ക് അയച്ചു തരണം. അതിന്റെ കോർഡിനേറ്റർ ആയിട്ട് നിന്ന് ഞാനാ. അപ്പോൾ ഇവള് ഫസ്റ്റ് ഒരു പരിപാടി ചെയ്തു, അതെനിക്ക് വാട്സപ്പ് ചെയ്തു. രണ്ടാമത് വേറൊരു പരിപാടി ചെയ്തു, അതെനിക്ക് വാട്സപ്പ് ചെയ്തു. അതും കഴിഞ്ഞ് 12:01 AM രാത്രി 12:01 AM എനിക്കൊരു I love you എന്നും പറഞ്ഞ മെസ്സേജ് ഇട്ടു. അങ്ങനെ ഞാൻ ട്രസ്റ്റിലെ സെക്രട്ടറിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കൊച്ചെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ചേച്ചി ആ കൊച്ചിനോട് പറഞ്ഞ് മനസ്സിലാക്കണം, ഇപ്പം എനിക്ക് താല്പര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേന്ന് അവളെന്നെ വിളിച്ചു. അവളെ മനസ്സിലുള്ള കാര്യം തീർത്തും എന്നോട് പറഞ്ഞു. അതായത് ഒളിച്ചു വെക്കാനൊന്നുമില്ല. ഫാമിലി ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാം ഓപ്പണായിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ അവളെ കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു, അങ്ങനെ ഒരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു. കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛൻ അമ്മേനെ വിളിച്ചു. എൻ്റെ അച്ഛൻ്റെ പെങ്ങളെടുന്ന് നമ്പറുമായിട്ട് അമ്മേനെ വിളിച്ചു. കാര്യങ്ങൾ സംസാരിച്ച്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം, ഞങ്ങൾ അങ്ങോട്ടും വരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവളും അച്ഛനും അമ്മയും മാമനും കൂടിയും വന്നു. കണ്ട് ഡേറ്റ് നിശ്ചയിച്ചു. ഡിസംബർ 29 കല്യാണത്തിൻ്റെ ഡേറ്റ് നിശ്ചയിച്ചു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് എന്ന് വെച്ചാൽ കോഴിക്കോട് എന്ന് വെച്ചാൽ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ചെക്കൻ പെണ്ണിൻ്റെ വീട്ടിൽ പോവാം, പെണ്ണിനെയും കൂട്ടി കറങ്ങാനൊക്കെ പോവാം. പക്ഷെ ഞങ്ങൾക്ക് അതിന് പറ്റില്ല. ഞങ്ങൾ ഹൈറ്റിൻ്റെ പ്രശ്നമുള്ളതിനെ കൊണ്ട് ഒരാളെപ്പോഴും കൂടെ വേണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പുറത്തൊന്നും പോയില്ല. ഞാൻ അവളെ വീട്ടിൽ പോയി. വീട്ടിൽ നിന്ന് പറഞ്ഞു വെച്ചാൽ ആറന്മുള സദ്യ കഴിക്കാൻ പോവാന്ന, അവിടെ ആറന്മുള അമ്പലത്തിൽ. അപ്പം ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട്, അമ്മമ്മ അവൾ വന്നാലും ഞാൻ കൂട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ അവളെ വീട്ടിലെത്തി. രാവിലത്തെ ചായ അവിടെ നിന്ന് കുടിച്ചു, ഇഡ്ഡലിയും കടലക്കറിയും. ഉച്ചക്കത്തെ ചോറ് അവളെ അമ്മ സദ്യ പോലെ തന്നു. അപ്പോൾ സദ്യ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അവളെ അമ്മ എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. മോനെ, ഞങ്ങളിപ്പോൾ 21 വർഷത്തോളം വാടകയ്ക്ക് താമസിക്കുന്നത്. പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ വലിയൊരു രീതിയിൽ കല്യാണം നടത്താൻ പറ്റൂല. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കുറച്ചും കൂടി ഒന്ന് നീട്ടി വെക്കണം. അവളെ അപ്പയ്ക്ക് ജോലിയൊക്കെ കുറവാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മാസം ഒന്ന് നീട്ടണം. അവളെ സൗണ്ട് എഞ്ചിനീയറിങ്, കണ്ണൂര് തലശ്ശേരി. അങ്ങനെ ഞാൻ പറഞ്ഞു, അതൊന്നും വേണ്ട, നമുക്ക് അങ്ങനത്തെ ഇതൊന്നും വേണ്ട, സ്വർണ്ണായാലും പണമായാലും ഒന്നും വേണ്ട, എനിക്ക് ഇവളെ മാത്രം മതി എന്നാണ്. അപ്പൊ അവളെ അമ്മ ഇത് തന്നെ പറഞ്ഞത്, ഞങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തു വിടണം, അങ്ങനെ ഇങ്ങനെയാണ്. അപ്പൊ ഡേറ്റ് മാറ്റിയെന്ന് എന്നോട് പറഞ്ഞു. ഡേറ്റ് ചിലപ്പോൾ നമുക്ക് വീണ്ടും ഏപ്രിലേക്കോ അല്ലെങ്കിൽ വീണ്ടും ഡിസംബറിലേക്ക് ആക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ 3-4 പ്രാവശ്യം ഇങ്ങനെ കളിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവളമ്മ ഇത് തന്നെ ഉറപ്പിച്ച് പറഞ്ഞു, ഡേറ്റ് ഞങ്ങൾ മാറ്റും, അതേ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് ഒളിച്ചോടി. അപ്പം പിന്നെ
സിത്താരയ്ക്ക് എങ്ങനെ എന്താ പറയാറുള്ളത്, എങ്ങനെ പോകുന്നു നിങ്ങളുടെ ദാമ്പത്യ ജീവിതം? ഇപ്പൊ എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്? ഇപ്പൊ 2 മാസം. 2 മാസമല്ലേ? എങ്ങനെയുണ്ട് ദാമ്പത്യ ജീവിതം, കല്യാണം കഴിച്ചിട്ട്? സന്തോഷം. സന്തോഷം. ഞങ്ങൾ അടിച്ചു പൊളിച്ചു. അടിച്ചു പൊളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പിന്നെ ഇതല്ലാതെ വേറെ എന്തെങ്കിലും പ്രൊഫഷൻ, അങ്ങനെ എന്തെങ്കിലും ജോലി എന്തെങ്കിലും? പ്രൊഫഷൻ ഒന്നുമില്ല. ഇപ്പൊ ഞാനൊരു ഹോസ്റ്റൽ നടത്തുകയാണ് എറണാകുളത്ത്. ഞാൻ എൻ്റെ അച്ഛൻ്റെ പങ്ങളും കൂടി നടത്തുന്നത്. പിന്നെ അച്ഛപ്പോ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ്. സിത്താരയ്ക്കോ? അങ്ങനെ തന്നെ. കോഴഞ്ചേരിയിലൊക്കെ വരാറുണ്ടോ? ഓ, നാട്ടിൽ പോയിട്ട് ഞാൻ വന്നതാ. അങ്ങ് പിന്നെ താമസിക്കുന്ന എവിടെ? കോഴിക്കോട്. തന്നെ അല്ലേ? കോഴഞ്ചേരിയിൽ ഇപ്പൊ ആരൊക്കെ ഉണ്ട് വീട്ടില്? അമ്മയുണ്ട്. അച്ഛൻ ജോലിക്ക് പോകും. മാസത്തിലോ ആഴ്ചയിലൊക്കെ വരത്തുള്ളൂ. അവിടെ പിന്നെ വാടകയ്ക്കാണോ അവിടെ പിന്നെ ആണാണ്. ചെറുപ്പുഴ? അതെ, വാടകയ്ക്ക്. ശരിക്കുള്ള സ്ഥലം എവിടെ അങ്ങടെ? കോഴഞ്ചേരി തെക്കേമല. അമ്മയുടെ വീട് അവിടെ. അമ്മ ജനിച്ചതും വളർന്നതൊക്കെ അവിടെ. അവിടെ അല്ലേ? അപ്പം ഇന്നത്തെ ഈ ബാഡ്മിന്റൺ മത്സരങ്ങളെ ഞാൻ ആദ്യമായിട്ടാ വരുന്നത്. അതുകൊണ്ട് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. അറിയുന്ന പോലെ പരിശീലനം ഒന്നുമില്ല. ഇല്ല ആദ്യമായിട്ടാ. പറയാനൊന്നുമില്ല. നമ്മളെ പോലെയുള്ള ആൾക്കാരൊക്കെ എന്താ പറയാ, പുറം ലോകത്ത് ഇതുവരെ ഇറങ്ങി തുടങ്ങിയിട്ടില്ല. അപ്പൊ അവരോടൊക്കെ ഇങ്ങനത്തെ മത്സരത്തിൽ പങ്കെടുക്കുക. പിന്നെ ഞാൻ അവളോട് പറഞ്ഞു, അവിടെ നമ്മുടെ കാറ്റഗറി മാത്രമല്ല, ഒരുപാട് കാറ്റഗറി ഉണ്ട്. വീൽ ചെയർ ഉണ്ട്, കൈയില്ലാത്ത ആൾക്കാരുണ്ട്, കാലില്ലാത്ത. അവരെ മനോധൈര്യം കൊണ്ട് തന്നെയാണ് അവരിവിടെ പെർഫോം ചെയ്ത് അതിനുള്ള വിജയം അവർക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടുത്തെ ഈ ഒരു ചടങ്ങിൽ ഇന്നത്തെ ഈ സ്പോർട്സ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ പങ്കെടുത്തത് തന്നെ വലിയ കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളുണ്ട്. അതുപോലെ തന്നെ ഭാവിയിൽ നിങ്ങൾക്ക് എല്ലാവിധ ജീവിത വിജയങ്ങളും നേരട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം.